ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു, ശുഭമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് ലഭിച്ച ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്നതായ ഇടങ്ങളിൽ കർത്താവിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിച്ചു കൊള്ളട്ടെ. അനേക ഇടങ്ങളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അനേകർ കഷ്ടതയിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ സുരക്ഷിതമായി കാക്കുന്ന വലിയതേക്കായി സ്തോത്രം. മറ്റാരേക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരല്ല, എന്നാലും ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന വലിയതേക്കായി സ്തോത്രം. സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ സാത്താൻ്റെ കെണിയിൽ വീണു പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ ആത്മബലം ഞങ്ങളിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്ന പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ചികിത്സ ലഭിക്കാതെ ഭാരപ്പെടുന്നതായ പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കൾ, ഭവന അംഗങ്ങൾ, കുടുംബത്തിലുള്ളതായ വ്യക്തികൾ, നഷ്ടപ്പെട്ടു പോയതായ പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തതായ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട് പലവിധമായ കഷ്ടതകളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് ദൈവത്തോട് നേരിട്ട് വിളിച്ചപേക്ഷിക്കുവാൻ പോലും കഴിയാതെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആശ്വാസമാർന്ന കരം നീ അവരുടെ മേൽ വയ്ക്കണമേ. അപ്പനെന്നോണം നീ അവരെ ആശ്വസിപ്പിക്കണമേ. അമ്മ ചേർത്ത് പിടിക്കുന്നത് പോലെ അവരെ ഉള്ളം കയ്യിൽ അങ്ങ് ചേർത്ത് വഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുള്ള ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്നതായ പ്രിയ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പൊരുൾ മനസ്സിലായി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതം സമർപ്പിക്കേണ്ടതിന് നീ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ മക്കളിൽ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ഭാരത്തിലും വിദ്യാഭ്യാസ പ്രയാസത്തിലും പലവിധമായ കഷ്ടങ്ങളിലും ദുരിതത്തിലും അകപ്പെട്ടിരിക്കുന്നവരെ തമ്പുരാനെ അടിയങ്ങൾ അറിയുന്നു. ആ പ്രിയ മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ വിടുവിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കണമേ. അങ്ങയുടെ വിടുതൽ അവർ പ്രാപിച്ചു എന്ന് ഞങ്ങൾ കേൾക്കുവാൻ വരും ആഴ്ചകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയതേക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ് ഇന്നത്തെ ചിന്താ വിഷയത്തിൻ്റെ ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇപ്രകാരം പറയുന്നു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നതായ ഒരു കൈയെഴുത്ത് ഉണ്ടായിരുന്നു. ആ കൈയെഴുത്ത് ക്രൂസിൽ തറച്ച് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ ലോകത്തിൽ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിയമരാഹിത്യം എല്ലാ തലങ്ങളിലും പ്രകടമായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ നാടൻ പ്രയോഗം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന തലത്തിലേക്ക് മനുഷ്യ ജീവിതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമ്പത്തുള്ളവൻ, ആൾബലമുള്ളവൻ, അല്ലെങ്കിൽ സ്വാധീനമുള്ളവർ, ഇവർക്ക് മാത്രം മുന്നേറ്റം നടത്തുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ച് വരുന്നത്. അത് മറ്റാരും പറയാതെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് സുഗമമായും സന്തോഷമായും സമാധാനമായും ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നിയമങ്ങളെ ദൈവം മനുഷ്യന് നൽകിയെന്ന് വേദപുസ്തകം പറയുന്നു. ഏത് ഒരു സമൂഹത്തിനും ഏതൊരു കാര്യത്തിനും ചില നിയമ നിർമ്മാണങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് സുഗമമായി പോവുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളതായ പ്രവർത്തനങ്ങൾക്ക്
അത് വ്യക്തമായ ചടുലമായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അത് വ്യതിചലിക്കുമ്പോൾ തെറ്റെന്നും അത് അധർമ്മമെന്നും പാപമെന്നും ഒക്കെയും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ചിലർ പറയുന്നത് ദൈവം നൽകിയതായ ദൈവത്തിൻ്റെ കൽപ്പന അത് മാറിപ്പോയി, അത് മനുഷ്യർക്ക് ഇനി ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടെ ഈ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം മാറിപ്പോയി എന്ന് പറയുന്നതായ ആൾക്കാരുണ്ട്. ചിലർ പറയും കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമങ്ങൾ കൊടുത്തു, അതുകൊണ്ട് ഇനി പുതിയ നിയമം മതി, പഴയ നിയമം വേണ്ട എന്ന് പറയുന്നതായ ആൾക്കാരും ഉണ്ട്. ചിലർ പറയും കർത്താവായ യേശു ക്രിസ്തു അതെല്ലാം ക്രൂശിൽ തറച്ച് മാറ്റിക്കളഞ്ഞു. നമ്മുടെ ആധാരവാക്യമായിട്ട് വായിച്ചതായ ആ വാക്യം പറയുന്നത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതായ അനേകരുണ്ട്. കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പോൾ ക്രൂശിൽ തറച്ചത് എന്താണ് എന്ന് ഇന്ന് പകൽക്കാലം നാം നോക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. എന്താണ് ക്രൂശിൽ തറച്ചത്? ആ ക്രൂശിൽ തറച്ചത് ഇന്ന് മനുഷ്യനിൽ നിലനിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അത് മാറിപ്പോകാൻ കാരണമായി തീർന്നത്? എന്നാൽ മാറിപ്പോകാത്തതായ ദൈവത്തിൻ്റെ നിയമമുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണ്? ഇന്നും മനുഷ്യനനുസരിക്കാൻ ബാധ്യസ്ഥമായ കൽപ്പനകൾ എന്താണ്? ഇവയെക്കുറിച്ച് ഇന്ന് നമുക്ക് മൊത്തമായി ഒന്ന് പഠിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. കഴിയുമെങ്കിൽ എഴുതാനൊരു പേനയോ പെൻസിലോ ഒരു പേപ്പറോ എന്തൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഞാൻ ഈ പറയുന്നതായ വാക്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളത് വായിച്ച് പഠിച്ച് ഇത് അറിയാൻ വയ്യാത്തവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹീതമായ ഒരു പഠനം തന്നെയായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് വളരെ വ്യക്തതയോടുകൂടെ ദൈവമക്കളെ ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിൽ 2 നിയമങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 2 സെറ്റ് ഓഫ് ലോസ് എക്സിസ്റ്റ് ഇൻ ദ ബൈബിൾ. മറ്റനേക ചെറു നിയമങ്ങളുണ്ട്, ആരോഗ്യ നിയമങ്ങളുണ്ട്, മറ്റു ചില യുദ്ധ നിയമങ്ങളുണ്ട്, പല പുസ്തകങ്ങളിൽ നിന്നായിട്ട് എടുത്തെഴുതിയിരിക്കുന്നതായ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പ്രകടമായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതായ 2 നിയമങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ മോറൽ ലോ അഥവാ ധാർമ്മിക നിയമം, ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കുന്നതായ 10 കൽപ്പനകൾ. 2, സമാഗമന കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ദൈവം മോശയ്ക്ക് നൽകിയതായ, മോശ എഴുതിയതായ നിയമങ്ങൾ. അത് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നതായ ആചാര നിയമങ്ങൾ ആകുന്നു അത്. അപ്പോൾ ഈ 2 നിയമങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ പറയുന്നു. അത് പലപ്പോഴും വേദപുസ്തകത്തിൽ ഇതിനെ 2നെയും ന്യായപ്രമാണം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മാറിപ്പോയതായ ഒരു ന്യായപ്രമാണത്തെക്കുറിച്ച് വേദപുസ്തകം പുതിയ നിയമത്തിൽ പറയുകയും ചെയ്യുന്നു. അപ്പോൾ മാറിപ്പോയതായ നിയമം ഏതാണ്? മാറാത്തതായ നിയമം ഏതാണ്? നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 15-ഉം 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി, സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തും ആയിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് മോശ ദൈവത്തോടു കൂടെ ആയിരുന്നു. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ മോശ കയറി. ആ കയറിയിരുന്നതായ സമയത്ത് മോശയ്ക്ക് ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതി കൊടുത്തതായ ഒരു നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 2 കൽപ്പലകളിലായി അതിൻ്റെ ഇരുപുറവും അഥവാ 4 വശങ്ങളിലായി ദൈവത്തിൻ്റെ നിയമങ്ങളെ എഴുതി കൊടുത്തു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ദൈവത്തിൻ്റെ കൈപ്പടയാൽ എഴുതപ്പെട്ടതായ വേദപുസ്തകത്തിലെ മറ്റു ഭാഗങ്ങളൊന്നും വേദപുസ്തകത്തിൽ കാണുന്നില്ല. മറ്റൊരു സമയത്ത് ഒരു കൈപ്പത്തി വന്ന് എഴുതുന്നതായിട്ട് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. മേനെ മേനെ തെക്കേലു ഫർസിൻ എന്ന എഴുത്ത് ഒരു കൈപ്പത്തി മാത്രം വന്ന് ചുവരിൽ എഴുതുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ രാത്രിയിൽ തന്നെ ആ ബാബിലോൺ സാമ്രാജ്യം അസ്തമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. മറ്റൊരവസരത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ വ്യഭിചാര കുറ്റത്തിന് പിടിച്ചതായ ഒരു സ്ത്രീയെ
പരീശന്മാർ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ടപ്പോൾ കർത്താവ് യേശു ക്രിസ്തു കുനിഞ്ഞ് മണലിൽ അവരുടെ പാപങ്ങൾ എഴുതുകയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവം മനുഷ്യന് സ്ഥിരമായി നിലനിൽക്കുന്നതിന് വേണ്ടി ഒരിക്കലും മാറിപ്പോകാത്ത തരത്തിൽ എഴുതി കൊടുത്തതായ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതിയത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് തന്നെ എഴുതി കൊടുത്തത്? ദൈവത്തിനത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അത് വായ്മൊഴിയായി തലമുറയായിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ കൈ കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നതായ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ 2 കൽപ്പലകകളിലായി ദൈവം തന്നെ എഴുതി മോശയ്ക്ക് കൊടുത്തത്. ഇവിടെ ഞങ്ങളുടെ ഓഫീസ് മുഖേന ഈ അടുത്ത കാലത്ത് 10 കൽപ്പനകൾ പ്രിന്റ് ചെയ്ത് സഭാവിശ്വാസികൾക്കൊക്കെ കൊടുക്കുകയുണ്ടായി. അതിപ്പോഴും ഇനിയും ഓഫീസിൽ ഇരിപ്പുണ്ട്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അത് 4 വശങ്ങളിലായി എഴുതപ്പെട്ടതായിട്ട് ഇങ്ങനെ ഞാനത് DTP ഒക്കെ ചെയ്ത് എഴുതി കൊടുത്തു. അപ്പോൾ നമ്മുടെ സഭയിലുള്ളതായ പ്രായം ചെന്ന ഒരു ആൻറ്റി ഉണ്ട്, നമ്മൾ ബേബി ആൻറ്റി എന്ന് വിളിക്കുന്ന എലിസബത്ത് ആൻറ്റി, ചോദിക്കുകയാണ് ഇതെന്തിനാണ് ഈ 4 കൽപ്പലകകൾ? അപ്പോൾ ഞാൻ ആൻറ്റിക്ക് ഈ ബൈബിൾ വാക്യം പുറപ്പാട് പുസ്തകം 32-ന്റെ 15-16 ഞാൻ ആൻറ്റിക്ക് കൊടുത്തു. ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റിയെ 2 കൽപ്പലകകളിലായി അതിൻ്റെ ഇരുപുറങ്ങളിലുമായി എഴുത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കൽപ്പലകകളുടെ 4 വശങ്ങളിൽ എഴുത്തുണ്ടായിരുന്നു. ഒരു കൽപ്പലകയുടെ 2 പുറത്തും അപ്പുറവും ഇപ്പുറവും. ഇപ്പോൾ 2 കൽപ്പലകളിലായി 4 വശത്ത് എഴുത്ത് ഉണ്ടായിരുന്നു. ഈ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്താണ്, ദൈവം തന്നെ എഴുതിയതായ എഴുത്താണ്. അത് 2 വശങ്ങളിലായി 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ഇപ്പോൾ ചിലർ ചോദിക്കുന്നതായ ചോദ്യം, ആ കൽപ്പലകയല്ലേ മോശ ഉടച്ചു കളഞ്ഞത്? തീർച്ചയായിട്ടും ആ കൽപ്പലകൾ ദൈവം ആദ്യം എഴുതി കൊടുത്തതായ കൽപ്പലകകൾ മോശ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നതായ കൽപ്പലകളൊക്കെ എഴുതി കൊടുത്ത് മോശ പർവ്വതത്തിൻ്റെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ അഹരോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനം നൃത്തം ചെയ്യുന്നതും അതിനെ ആരാധിക്കുന്നതുമായിട്ട് മോശ കണ്ടു. മോശയ്ക്ക് ജനത്തോട് കോപം തോന്നി. ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയതായ മോശ ഇത്രമാത്രം സ്നേഹിക്കുന്നതായ ദൈവത്തിൻ്റെ കൽപ്പന ഈ മനുഷ്യർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ ജനം നശിച്ചു പോകട്ടെ എന്ന ഭാവേനെ മോശയ്ക്ക് ദേഷ്യം വന്ന് ആ കൽപ്പലകൾ എറിഞ്ഞ് ഉടയ്ക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. എന്നാൽ ആ ഒരു അവസ്ഥയിൽ ദൈവം ഇസ്രായേൽ മക്കളെ മുൻപോട്ട് ഗമിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചില്ല. ദൈവം മോശയെ വീണ്ടും വിളിച്ചു, പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നത്, അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ച പോലെ സീനായ് പർവ്വതത്തിൽ കയറി കൽപ്പലക 2ഉം കയ്യിൽ എടുത്തുകൊണ്ടുപോയി. നോക്കണം, നാം നേരത്തെ വായിച്ചതായ വേദഭാഗത്തിൽ പറയുന്നത് കൽപ്പലക 2ഉം ദൈവമുണ്ടാക്കി. അവ 2ഉം ദൈവത്തിൻ്റെ കൈപ്പടയാൽ എഴുതി കൊടുത്തു. എന്നാൽ മോശ അത് പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, ഈ പ്രാവശ്യം നീ ഒരു കാര്യം ചെയ്യുക, നീ അതുപോലുള്ളതായ 2 കൽപ്പലകകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ വിഷമത മോശ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം അങ്ങനൊന്നും പറയുന്നില്ല. എന്നാൽ മോശ 2 കൽപ്പലകകൾ ചെത്തിയുണ്ടാക്കി അതികാലത്തെ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറി പോകുന്നതായിട്ട് വേദപുസ്തകം പറയുകയാണ്. യെഹെസ്കേലിൻ്റെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അപ്പോൾ യഹോവയുടെ വചനം അഥവാ യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? യഹോവയുടെ കൽപ്പനകൾ എത്ര എണ്ണമാണ്? ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നത്, അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ
പലകയിൽ എഴുതി കൊടുത്തു. ഇത് ആരെഴുതി? വീണ്ടും ദൈവം തന്നെ വീണ്ടും ഈ 10 കൽപ്പനകളും മോശ കൊണ്ടുപോയതായ കൽപ്പലകകളിൽ എഴുതി കൊടുത്തു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ ഏത് കൽപ്പനയാണ് എന്ന് പലരും ചോദിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം ആവർത്തന പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ പോലെ എഴുത്ത് പോലെ പലകകളിൽ എഴുതി അവയെ എൻ്റെ പക്കൽ തന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ദൈവം മുമ്പിലത്തെ എഴുത്തുപോലെ തന്നെ ദൈവം വീണ്ടും ഈ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ കൈപ്പടയാൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയതായ കൽപ്പലകകളിൽ എഴുതി എനിക്ക് തന്നു. അവിടെ പറയുകയാണ്, നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എൻ്റെ പക്കൽ തന്നു. ഈ ദൈവത്തിൻ്റെ 10 കൽപ്പന എഴുതിയതായ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് എവിടെ മോശ വച്ചു? വേദപുസ്തകം അതിന് വളരെ വ്യക്തമായ തെളിവ് പറയുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്, അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മോശയോട് ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പെട്ടകം ഉണ്ടാക്കുകയും ആ പെട്ടകത്തിനകത്ത് ഈ കൽപ്പലകകൾ വയ്ക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ദൈവം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ 10 കൽപ്പനകൾ ഉള്ളതായ കൽപ്പലകകൾ ഈ പെട്ടകത്തിനകത്ത് വെച്ചു. നാളതുവരെ അത് വെറും പെട്ടകമായിരുന്നു. എന്നാൽ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ അത് നിയമപ്പെട്ടകമായി മാറി. നാം രാജാക്കന്മാരുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും രാജാക്കന്മാർ വാണിരുന്നതായ കാലഘട്ടത്തിലൊക്കെയും ഈ നിയമപ്പെട്ടകമാണ് എടുത്ത് ദൈവമക്കൾ പോയതായ സ്ഥലത്തൊക്കെയും അവർ കൂടെ കൊണ്ടുപോയി സഞ്ചരിക്കുകയും അത് സ്ഥാപിക്കുകയും ആരാധന കഴിച്ചു വരികയും ചെയ്തു പോന്നത്. ദൈവത്തിൻ്റെ നിയമപ്രമാണങ്ങൾ അഥവാ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണത്തെ ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് എഴുതി ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയും ആ 10 കൽപ്പനകൾ മോശ ഏറ്റുവാങ്ങി അത് പെട്ടകത്തിനകത്ത് വയ്ക്കുകയും ചെയ്തു. ഇത് ഒന്നാമത്തെ ന്യായപ്രമാണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ കൽപ്പന പാപം ചെയ്യാതിരിക്കാനുള്ളതായ ഒരു വഴികാട്ടിയായിരുന്നു. പാപം എന്ന് പറയുന്നത് ഈ കൽപ്പനകളുടെ ലംഘനമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളെ ദൈവം തന്നെ ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതി മനുഷ്യർക്ക് കൊടുത്തു. മോശ പറയുകയാണ്, ഞാനത് പെട്ടകത്തിനകത്ത് വെച്ചു, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ പെട്ടകം എവിടെയാണെന്നോ ആ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എന്ത് ചെയ്യുന്നു എന്നോ ഒക്കെ അറിയണമെങ്കിൽ നാം വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് പിന്നൊരിക്കൽ ഒരുപക്ഷെ അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതിയതായ കൽപ്പലകകൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിനകത്ത് വെച്ചു എന്ന് മോശ വളരെ വ്യക്തമായി പറയുകയാണ്. ഇനി രണ്ടാമതൊരു ന്യായപ്രമാണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. മോശ എഴുതിയതായ ന്യായപ്രമാണം. ഒന്നാമത്തെ ന്യായപ്രമാണം ദൈവം എഴുതിയതായ ന്യായപ്രമാണം. ഇത് രണ്ടാമത്തെ ന്യായപ്രമാണം മോശ എഴുതിയതായ ന്യായപ്രമാണം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ, അവിടെ അത് നിന്റെ നേരെ സാക്ഷ്യമായിരിക്കും. ഇവിടെ നിങ്ങൾ വായിച്ച് കേട്ടത് ശ്രദ്ധിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മോശ ന്യായപ്രമാണം ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകത്തിലെ വചനം മുഴുവനും എഴുതി തീർത്തപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്നതായ ലേവ്യരോട് മോശ കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികിൽ വയ്ക്കുവിൻ. ഒന്നാമത്തെ ന്യായപ്രമാണം പെട്ടകത്തിനകത്ത് വെച്ചു, രണ്ടാമത്തെ ന്യായപ്രമാണമോ പെട്ടകത്തിനരികിൽ വെച്ചു. അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും.
അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. ഈ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് നാം ആരംഭത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിച്ചത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അഥവാ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നത് ഈ പാപം ചെയ്താൽ ചെയ്യേണ്ടുന്നതായ പരിഹാര ക്രിയകൾ ചെയ്യുന്ന ഒരു ന്യായപ്രമാണമാണ്. ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യണം, ഒരു മനുഷ്യൻ്റെ ഭാര്യയെ മോഷ്ടിച്ചാൽ അവൻ എന്തൊക്കെ ചെയ്യണം, ഒരു മനുഷ്യൻ അവൻ്റെ കാളയെ മോഷ്ടിച്ചാൽ എന്ത് ചെയ്യണം, ഒരു മനുഷ്യൻ കള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു മനുഷ്യൻ വിഗ്രഹ ആരാധന നടത്തിയാൽ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളുടെ ഒരു വിപുലമായ ഒരു ലിസ്റ്റ് ഈ ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നു. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നതായ പാപിയുടെ നേരെ എന്നേക്കും അത് സാക്ഷ്യമായി സമാഗമന കൂടാരത്തിൽ വയ്ക്കുമായിരുന്നു. ഓരോ ദിവസവും പാപം ചെയ്യുന്നതായ വ്യക്തികൾ അവിടെ വന്ന് യാഗം കഴിക്കാൻ വരുമ്പോൾ അവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും, ഇന്ന വ്യക്തി ഇന്ന പാപത്തിന് ഇന്ന യാഗം കഴിച്ചു. ഇത് സമാഗമന കൂടാരത്തിൽ ഡേ ഓഫ് അറ്റോൺമെന്റ് അഥവാ പാപ പരിഹാര ദിവസം നടക്കുന്നത് വരെ ആ ഓർമ്മ പുസ്തകം അവിടെ തന്നെ ഉണ്ടാകും. ആ ഓർമ്മ പുസ്തകം 7-ാം മാസം 10-ാം തീയതി ഇതാ ദൈവത്തിൻ്റെ ആ സമാഗമന കൂടാരത്തിൽ നടക്കുന്നതായ വിശുദ്ധ വാർഷിക ഉത്സവത്തിൽ അത് എന്നേക്കുമായി മായ്ച്ചു കളയും എന്ന പ്രതീകത്തിൽ ആ പുസ്തകം മാറ്റി കുഞ്ഞാടിൻ്റെ രക്തം ആ പുസ്തകത്തിന്മേൽ തളിച്ച് അതിനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് രക്തത്തെ കൊണ്ടുപോയി തളിച്ച് മഹാപുരോഹിതൻ അവിടെ ഒരു യാഗം കഴിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ വിരോധവും പ്രതികൂലവുമായിരിക്കുന്നതായ കൈയെഴുത്താണ് ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പാപ പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ കൈയെഴുത്തു പ്രതി വളരെ വിശദാംശത്തോടുകൂടെ വിവരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വീണ്ടും നമ്മോട് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അവൻ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വേർപെട്ട് നിൽക്കാതിരിക്കേണ്ടതിന് ദൈവവും മനുഷ്യനുമായുള്ളതായ ആ ഗ്യാപ്പ് മാറ്റുന്നതിന് വേണ്ടി നാം യാഗം കഴിക്കേണ്ടതായ സ്ഥാനത്ത്, ഞാൻ മരിക്കേണ്ടതായ സ്ഥാനത്ത് കർത്താവ് യേശു ക്രിസ്തു വന്ന് മരിച്ചു. ഞാൻ പാപം ചെയ്തതിന് ശേഷം ചെയ്യേണ്ടുന്നതായ ക്രിയകളും കർമ്മങ്ങളും എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ പൂർത്തീകരിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നതായ കൈയെഴുത്ത് ദൈവത്തിൻ്റെ കൈയെഴുത്തല്ല, ദൈവം തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്തതിനെ കുറിച്ചല്ല പറയുന്നത്. മോശയുടെ കൈയാൽ എഴുതപ്പെട്ടതായ കൈയെഴുത്തു പ്രതി, ഈ കൈയെഴുത്തു പ്രതിയെയാണ് മായ്ച്ചു കളഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇത് വെറുതെ മാഞ്ഞു പോയതല്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തോടുകൂടെ പാപ പരിഹാരത്തിന് മനുഷ്യൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കാണിക്കുന്നതിനു വേണ്ടി യാഗകർമാദികളും സമാഗമന കൂടാര ശുശ്രൂഷയെയും അവസാനിപ്പിക്കുന്നതിന് കാണിക്കുന്നതായ ഒരു കാര്യം ആണ്. ഈ കൽപ്പനകൾ ഏതൊക്കെയാണ്? ദൈവത്തിൻ്റെ കൈപ്പടയാൽ എഴുതിയതായ കൽപ്പനകൾ ഏതൊക്കെയാണ്? നമുക്ക് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടുകൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഈ എഴുതി കൊടുത്തതായ കൽപ്പനകൾ എന്തൊക്കെയാണ്? നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം
അതിൻ്റെ 3 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ കൽപ്പനകളെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഞാനത് നിങ്ങളുടെ അറിവിലേക്കായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാലും ഞാൻ അതിൻ്റെ മുഖ്യ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗത്തിലേക്ക് തുടരുകയാണ്. കാരണം എല്ലാം വായിക്കേണ്ടതായ ആവശ്യമില്ല. ഒന്നാമത്തെ കൽപ്പന പറയുന്നത് അന്യദൈവം അരുത്. രണ്ടാമത്തെ കൽപ്പന പറയുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ സേവിക്കുകയും ചെയ്യരുത്. മൂന്നാമത്തേത് പറയുന്നത് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്. നാലാമത്തേത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അഞ്ചാമത് പറയുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. 6 കുല ചെയ്യരുത്. 7 വ്യഭിചാരം ചെയ്യരുത്. 8 മോഷ്ടിക്കരുത്. 9 കള്ളസാക്ഷ്യം പറയരുത്. 10 മോഹിക്കരുത്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, ഇതിൽ ഏതാണ് മാറിപ്പോകേണ്ടത്? ഈ 10 കൽപ്പനകൾ മാറ്റുവാൻ തക്കവണ്ണം കഴിയുമോ? ഇന്ന് നമുക്ക് അന്യദേവന്മാരെ ആരാധിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുവാൻ കഴിയുമോ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ശബത്തിനെ നമുക്ക് ലംഘിക്കുവാൻ തക്കവണ്ണം നമുക്ക് അധികാരമുണ്ടോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കാതിരിക്കാൻ കഴിയുമോ? നമുക്ക് കള്ളം പറയാൻ സാധിക്കുമോ? വ്യഭിചാരം ചെയ്യാൻ സാധിക്കുമോ? മോഷ്ടിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? മോഹിക്കാനുള്ളതായ അധികാരം ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇതൊന്നും മാറിപ്പോയിട്ടില്ല. ഇത് ദൈവമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം എന്ന് പറഞ്ഞാൽ അധർമ്മം തന്നെ. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് സിൻ എന്ന് പറഞ്ഞാൽ കൽപ്പന ലംഘനം പാപമത്രേ. അതാണ് അതിൻ്റെ ശരിക്കുള്ളതായ പരിഭാഷ. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യത്തിലാണിത് കാണുന്നത്. കൽപ്പന ലംഘനം പാപമാണ്. ഏത് കൽപ്പന ലംഘിക്കുന്നതാണ് പാപം? ദൈവത്തിൻ്റെ 10 കൽപ്പന, ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതിയതായ 10 കൽപ്പനകൾ ലംഘിക്കുന്നത് അത് പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു: ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ ഇതിൽ അശുദ്ധമായതൊന്നുമില്ല, അന്യായമായ ഒന്നുമില്ല, മാറപ്പെടേണ്ടതായി ഒന്നുമില്ല. മാറേണ്ടത് ഞാനും നീയുമാണ്. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ പാപബന്ധങ്ങളെ നാം ഈ കൽപ്പന വെച്ച് ശോധന ചെയ്യുമ്പോൾ, അയ്യോ ഞാൻ പാപം ചെയ്തു, പൗലൂസ് പറഞ്ഞതുപോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിക്കുവാനുള്ളതായ ആർജവം നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് കിട്ടും. കൽപ്പന പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പാപമുള്ളിടത്തൊക്കെയും കൽപ്പന മനുഷ്യന്റെ മേൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം പാപം ചെയ്യാത്തിടത്തോളം കാലം ഈ കൽപ്പന നമുക്ക് ആവശ്യമില്ല. നാം പാപം ചെയ്യുന്നില്ലെങ്കിൽ ഈ കൽപ്പന നാം ലംഘിക്കുന്നില്ല. നാം ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞ്, ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ ഈ കൽപ്പനകളൊന്നും നമുക്ക് ഭാരമുള്ളതായി തോന്നുകയുമില്ല. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ്. ഞാൻ തന്നെ ചോദ്യമുണ്ടാക്കി നിങ്ങളോട് ചോദിക്കുന്നതല്ല. ചിലർ പറയും, ഈ കൽപ്പനകൾ യഹൂദന്മാർക്ക് കൊടുത്തതല്ലേ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്: അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതായ യഹോവയായ ഞാൻ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് യഹൂദന്മാർക്ക് കൊടുത്തതല്ലേ? യഹൂദന്മാർക്ക് ദൈവം അത് എഴുതി കൊടുത്തു. എന്നാൽ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് സ്വർഗരാജ്യത്തിൽ പോലും ദൈവത്തിൻ്റെ 10 കൽപ്പന ഉണ്ടായിരുന്നു എന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം അന്ത്യനാളിൽ നിൽക്കുമ്പോൾ യഹോവയുടെ ന്യായവിസ്താര സഭ ഇരുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം തുറന്നു. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അവിടെ പ്രകടമായി. ഇത് വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. അത് ഇങ്ങനെ പറയുന്നു: നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു.
അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ പാപത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ആദ്യമായി മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം മനുഷ്യനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഒരു വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതാ ആകെ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ. കായിൻ ഹാബേലിനെ കൊന്നു. കായിനോട് ദൈവം ചോദിക്കുകയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ യഹോവയുടെ പ്രസാദം നിനക്കുണ്ടാകുകയില്ലയോ, എന്നാൽ നീ പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ പാപം എങ്ങനെയാണ് അളക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന ഇല്ലാതെ കായിൻ പാപം ചെയ്തു എന്നെങ്ങനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും? ഒരു അളവുകോലില്ലാതെ എങ്ങനെ അളക്കുവാൻ തക്കവണ്ണം സാധിക്കും? തീർച്ചയായും അവിടെ ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു. അത് ദൈവം ആദാമിനും ഹവ്വയോടും ശേഷം വരുന്നതായ എല്ലാ തലമുറകളോടും വായ്മൊഴിയായി അത് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലേക്ക് പോയി. 430 വർഷം അവർ അടിമ ജീവിതം നയിച്ചപ്പോൾ ദൈവത്തെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെയും അവർ മറന്നുപോയി. വായ്മൊഴിയായി പറഞ്ഞു കൊടുക്കുവാൻ അവരിൽ ശേഷിച്ചതായ വൃദ്ധന്മാർ ആരുമില്ലാത്തത് കൊണ്ട് ദൈവം പുതുതായി അടിമ ദേശത്ത് നിന്ന് കൊണ്ടുവന്നതായ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതി അവർക്ക് കൊടുക്കുകയാണ്. അവർ ഇനി മറന്നു പോകാൻ പാടില്ല. അവരുടെ കൺമുൻപിൽ ഇതിരിക്കണം, അതവർ കാണണം, അവർ അത് ഉപദേശിക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് വളർത്തണമെന്ന് ദൈവം അവരോട് നിഷ്കർഷിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഇത് പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ കയറി പിടിച്ച് അവളോടുകൂടെ ശയിക്കേണ്ടതിന് അവനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ജോസഫ് പറയുന്നതായ വാക്യമാണ്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ആരുമില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് അവൻ ചോദിച്ചു. അയ്യോ, വ്യഭിചാരം പാപമാണെന്ന് എങ്ങനെ ജോസഫിന് അറിയാമായിരുന്നു? കൽപ്പനയില്ല എങ്കിൽ തീർച്ചയായും ജോസഫിന് ദൈവത്തിൻ്റെ 10 കൽപ്പന അറിയാമായിരുന്നു. ജോസഫ് അതനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അത് അക്ഷരം പ്രതി അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ജോസഫ് അവൻ പ്രതിജ്ഞ എടുത്തവനായിരുന്നു. കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷമല്ല, മറിച്ച് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ പാപം ചെയ്തു. ലൂസിഫർ പാപം ചെയ്തപ്പോൾ ലൂസിഫറിനെ കുറിച്ച് പറയുന്നത്, ലൂസിഫറിന് അഹങ്കാരമുണ്ടായി, മോഹം വർദ്ധിച്ച് അവൻ പാപത്തെ പ്രസവിച്ചു. സ്വർഗത്തിൽ ദൈവത്തെക്കാൾ വലിയവനാകണം, ദൈവത്തിൻ്റെ സമാഗമന പർവ്വതത്തിന് മുകളിൽ അവന് വാണ് അരുളണം എന്നുള്ളതായ ഭാവം, അഹങ്കാരം അവനിൽ വർദ്ധിക്കുകയും പാപമുണ്ടാകുകയും ദൈവം സ്വർഗത്തിലുള്ളതായ ദൂതന്മാർ മുഴുവനായും ലൂസിഫറിനാൽ മലിനപ്പെടാതിരിക്കേണ്ടതിന് ലൂസിഫറിനെയും കൂട്ടരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത്രയും മഹത്വമേറിയതായ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എങ്ങനെയാണ് മാറിപ്പോകുന്നത്? എങ്ങനെയാണ് നീങ്ങിപ്പോകുന്നത്? എങ്ങനെയാണ് അത് വേണ്ടാതെയാകുന്നത്? രണ്ടാമത്തെ ചോദ്യം, ന്യായപ്രമാണം മനുഷ്യനെ രക്ഷിക്കുമോ? ഇല്ല, ഒരു നാളുമില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷ പ്രാപിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. എന്നാൽ
ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുകയത്രേ ചെയ്യുന്നത്. ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് പാപം എന്താണെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നു. അതല്ല എങ്കിൽ ഞാൻ പാപം ചെയ്യുകയും പാപമാണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുമായിരുന്നു. പാപത്തിൻ്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് സന്ധി മജ്ജകളെ ഉത്തേജിപ്പിക്കുന്നു, അത് സമാധാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിക്കളയുവാൻ തക്കവണ്ണം സാധിക്കും? മനുഷ്യൻ കൃപയാൽ രക്ഷ പ്രാപിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതായ ഒരു ദൈവ പൈതലോ, അവൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് പാപം ചെയ്യാതെ അവൻ വേർപാട് ആചരിക്കും. ഈ വേർപാട് ആചരിക്കുമ്പോൾ അവൻ പാപത്തിൻ്റെ രാഗാദി മോഹങ്ങളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് സൂക്ഷ്മതയുള്ളവനായി ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ചിലർ ചോദിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമം തന്നുവല്ലോ, ആ നിയമം നമുക്ക് പോരെ, എന്തിനാണ് ഈ പഴയ നിയമം നാം എടുക്കുന്നത്? ഇപ്പോൾ വേദപുസ്തകത്തിൽ ഒരു പുതിയ നിയമത്തെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? നമുക്ക് പരിശോധിക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങൾ. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ ദൈവം പുതിയ നിയമം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഗൃഹത്തോടാണ് ചെയ്യുന്നത്. ഇസ്രായേൽ ഗൃഹത്തിന് ദൈവം പുതിയ നിയമം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ആക്കി വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൃദയത്തിലാക്കി വയ്ക്കുന്നത്? നേരത്തെ കല്ലിൽ എഴുതിയതായ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവരുടെ കൺമുൻപിൽ ഇരുന്നപ്പോൾ അവർ അത് നോക്കിക്കൊണ്ട് പാപം ചെയ്തു. എന്നാൽ ദൈവം പറയുകയാണ്, അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ, അത് നിങ്ങളുടെ കണ്ണിലല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. അപ്പോൾ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഹൃദയത്തിൽ സംഭരിക്കുന്നവൻ യഹോവയിൽ പ്രമോദിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇവിടെ വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ പുതിയ നിയമങ്ങളെ തന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അനേകർ ചോദിക്കുന്നതും അങ്ങനെയാണ്, യേശു ക്രിസ്തു പുതിയ നിയമം തന്നല്ലോ, ആ നിയമം പോരെ? തീർച്ചയായിട്ടും മതി. എന്താണ് ആ നിയമം? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. അവൻ അവരോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 2 കൽപ്പനകളെ കുറിച്ച് ഈ പ്രമാണി കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ നീ പറഞ്ഞത് ശരി തന്നെ, ഈ 2 കൽപ്പനകൾ നല്ലതാണ്. അത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മനുഷ്യനെ സ്നേഹിക്കണം, അത് രണ്ടാമത്തത്. പ്രധാനമായിട്ട് വേദപുസ്തകം പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം. ഇത് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേതോ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് കർത്താവായ യേശു ക്രിസ്തു പുതുതായി പറഞ്ഞു കൊടുത്തതായ ഒരു സംഗതിയല്ല. ഇവിടെ
ഏറ്റവും വലിയ കൽപ്പനകളിൽ 2 കൽപ്പനകൾ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നതായ കൽപ്പനകൾ പുതിയ നിയമത്തിൽ കാണുന്നവ അത് പഴയ നിയമത്തിൽ നിന്ന് നമ്മുടെ തമ്പുരാൻ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. കേൾക്കുക, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ 1-ാമത്തെ കൽപ്പനയാണ്. ഇസ്രായേലേ കേൾക്ക, നീ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇത് 1-ാമത്തെ കൽപ്പന. രണ്ടാമത് ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. ഇത് ആദിയിങ്കൽ തന്നെ ദൈവം അരുളി ചെയ്തതായ കൽപ്പനകളിൽ 2-ാമത്തെ ഭാഗമാണ്. നാം 10 കൽപ്പനകളെ എടുക്കുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. 1 മുതൽ 4 വരെയുള്ളതായ കൽപ്പനകൾ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഉദാത്തമായ മാതൃകയായി തന്നിരിക്കുന്നവയാണ്. അവ നാം പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ 5 മുതൽ 10 വരെയുള്ളതായ 6 കൽപ്പനകൾ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് തെളിവായി നൽകിയിരിക്കുന്നു. അവ പ്രവർത്തിക്കുമ്പോൾ നാം മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ 2 കൽപ്പനകളെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും 1-ാമത്തേതുമായ കൽപ്പന. 2-ാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണങ്ങളും അഥവാ വേദപുസ്തകം മുഴുവനും ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടോ? ദൈവഹിതപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? എന്നാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്നുവോ? എന്നാൽ കൽപ്പനകളുടെ 6 എണ്ണം നീ അത് അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായും പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കും. ഈ 2 കൽപ്പനകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നുവെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 19-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റു ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. കേട്ടുകൊള്ളുക, എത്ര മനോഹരമായി വിവരിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ 6 കൽപ്പനകൾ ഇതാ, വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒരൊറ്റ കൽപ്പനയിൽ 6 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ആദ്യത്തെ 4 കൽപ്പനകൾ അഥവാ ദൈവമല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്. 4-ാമത്തത് വേദപുസ്തകത്തിൽ കൽപ്പനകളിൽ ഏറ്റവും വിവരിച്ച് ഏറ്റവും ഏത് മനുഷ്യനും മനസ്സിലാകുന്നതായ തരത്തിൽ എഴുതിയിരിക്കുന്നതായ ഒരു കൽപ്പന, 4-ാമത്തെ കൽപ്പന, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് നീയും 6 ദിവസം കൊണ്ട് നിന്റെ വേല ഒക്കെയും ചെയ്യുക. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരത്തെയും പടിവാതിൽക്കുള്ളതായ പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. അത് യഹോവയുടെ വിശുദ്ധ ശബത്ത് ആകുന്നു. അന്ന് നീ യഹോവയിൽ പ്രമോദിക്കണം. അന്ന് നീ യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് നീ എണ്ണുമെങ്കിൽ നിന്റെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തതായ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിനക്ക് നൽകും എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക്
ആട്ടി ഓടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയുന്നു, നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഇതാ അവന് പാപം അഥവാ മോഹം അവൻ്റെ ജീവിതത്തിൽ അന്തർഭാഗത്തിൽ അഥവാ മനസ്സിൽ ഒരു ഭാവമുണ്ടായി. ഞാൻ വലിയവനാണ്, ഞാൻ ദൈവത്തെക്കാൾ വലിയവനാകും, ഞാൻ ദൈവത്തിൻ്റെ സമാഗമന പർവ്വതത്തിന് മുകളിലിരുന്ന് ഞാൻ സകലരെയും വാഴും എന്നുള്ളതായ മോഹം അവനിലുണ്ടായി. അപ്പോൾ പാപമുണ്ടായി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നതായ 10 കൽപ്പനകൾ കൈപ്പടയാൽ എഴുതി മോശയ്ക്ക് കൊടുത്തപ്പോൾ മാത്രമല്ല ആ കൽപ്പനകൾ ഉണ്ടായത്, സൃഷ്ടിക്ക് മുൻപേ ഈ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. ഇത് ആർക്കു വേണ്ടി എഴുതപ്പെട്ടു? ഇത് ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ സകല ജീവികൾക്കും വേണ്ടി എഴുതപ്പെട്ടു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ഇത് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയും വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം അത് മനുഷ്യന് വെളിവാക്കി കൊടുക്കുകയും അത് എഴുതി കൊടുക്കുകയും പിൽക്കാലത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്ന് വ്യക്തമായി സംസാരിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ കൽപ്പന ഒരു നാളും മാറിപ്പോവുകയില്ല. അത് എന്നേക്കും നിലനിൽക്കും. അത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ ഒരു മാറ്റവുമില്ലാതെ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പരീശന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നത് എന്ത്? നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ടുകളഞ്ഞു, മനുഷ്യൻ്റെ പ്രമാണത്തെ നിങ്ങൾ ഏറ്റുകൊണ്ട് മനുഷ്യൻ്റെ രീതികളിൽ നിങ്ങൾ നടക്കുന്നു. അത് തെറ്റ്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ അറിയുന്നവൻ യേശുവിനെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ദൈവമക്കളെ, നാം ആരും കള്ളന്മാരും കള്ളികളുമാകുവാൻ ആഗ്രഹിക്കുന്നില്ല. നാം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ളതായ വിളി കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം അവനെ അറിയുന്നുവെങ്കിൽ നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവർ ദൈവത്തിന് കൊള്ളാകുന്നവർ അല്ല. ഇന്ന് ഒരുപക്ഷെ പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ അനേകമായ വരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരായിരിക്കാം. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചവരുമായിരിക്കാം. എന്നാൽ സ്വർഗരാജ്യത്തിന് യോഗ്യതയുള്ളവരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കണം. നമ്മുടെ അനുസരണം കൊണ്ടല്ല നാം രക്ഷ പ്രാപിക്കുന്നത്, എന്നാൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നതായ, രക്ഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ എല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കും. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അത് അതേപടി നിറപടിയായി അനുസരിച്ചു. പാപമില്ലാത്തതായ യേശു ക്രിസ്തു അത് അനുസരിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അനുസരിച്ചുകൂടാ? എന്തുകൊണ്ട് നാം അനുസരിച്ചുകൂടാ? നാം അനുസരിക്കാൻ അത് ബാധ്യസ്ഥരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇന്ന് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്ത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാക്കും. എന്നാൽ ഞാൻ പിതാവിനോട് യാചിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും. അങ്ങനെ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ഭൂലോകത്തൊക്കെയും പ്രസിദ്ധമാക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. നാം സത്യത്തിൻ്റെ ആത്മാവ് ലഭിക്കാത്തവരാണ് എങ്കിൽ, ദൈവകൽപ്പന പ്രമാണിക്കാത്തവരാണ് എങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് വൃഥാ ജൽപ്പനം ചെയ്യുന്നവരാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ അത്ഭുത പ്രവർത്തകരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, അനേകർ പറയുന്നു ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അത് അനേകരെ സൗഖ്യമാക്കുന്നു, അനേക രോഗശാന്തി വരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് ആ ആത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരോട് ദൈവത്തിൻ്റെ വചനം കർത്താവ് തന്നെ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം മറ്റെന്ത് ചെയ്യുന്നതിനേക്കാളും ദൈവത്തെ അനുസരിക്കുന്നത് ഏറെ നല്ലത്. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ അത് നമ്മെ ഏറെ സഹായിക്കും. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ അത് ഏറെ ബലപ്പെടുത്തും. സാത്താൻ്റെ കുതന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള പരിചയമായി നമുക്ക് അതിനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ കാലുകളെയും എൻ്റെ കണ്ണുകളെയും അതിൽ നിന്ന് തിരിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ഇടവരുത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. സ്വർഗരാജ്യത്തിൽ നാം പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർ ആരും ഉണ്ടാകുകയില്ല. എല്ലാവരും ദൈവകൽപ്പന പ്രമാണിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം അത് പ്രമാണിക്കുന്നവരാണ് എങ്കിൽ അവരെ വിശുദ്ധന്മാരുടെ കൂട്ടമെന്ന് ദൈവം വിളിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. മാറിപ്പോയതായ ഒരു സെറ്റ് ഓഫ് ന്യായപ്രമാണമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മോശയുടെ കയ്യാൽ പുസ്തകത്തിൽ എഴുതുകയും അത് നിയമപ്പെട്ടകത്തിൻ്റെ അരികിൽ വയ്ക്കുകയും ചെയ്തതായ പുസ്തകമാണ്. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അത് എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. അത് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തറച്ച് അത് എന്നേക്കുമായി മാറ്റിക്കളഞ്ഞു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമായ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ നിയമങ്ങളെ ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ എഴുതി അത് ഇന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ആക്കിയിരിക്കുകയാണ്. ആ ഹൃദയങ്ങളിൽ ആക്കപ്പെട്ടതായ കൽപ്പനകൾ നാം നമ്മുടെ ഹൃദയ പലകകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാതെ ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ സാത്താൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതല്ല എങ്കിൽ സാത്താൻ പറഞ്ഞതുപോലെ ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് ആവശ്യമില്ല, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതായ ആവശ്യമില്ല എന്ന് അനേകരായ സുവിശേഷകർ, അനേക ക്രിസ്ത്യാനികൾ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നതായ അനേകർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നുവെങ്കിൽ
സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, മെസ്സാ നാളിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യമാകുകയില്ല. എന്നെ ഈ സമയം വരെയും സദയം ശ്രദ്ധിച്ചിരുന്നതായ എല്ലാ പ്രിയ ദൈവമക്കളുമേ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് ഒരിക്കലും മാറിപ്പോകുന്നതല്ല. സ്വർഗരാജ്യത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ സ്വഭാവമായി അത് ലോകം മുഴുവനും വിളങ്ങി കാണുന്നതായ തരത്തിൽ അവിടെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ അത്രയും മഹത്തരമായ ദൈവത്തിൻ്റെ കൽപ്പന എങ്ങനെ മാറ്റിക്കളയുവാൻ സാധിക്കും? ഇന്ന് പിശാച് ദൈവത്തിൻ്റെ കൽപ്പനയെ മാറ്റിക്കളയുവാനും അത് ഇല്ലാതാക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ 10 കൽപ്പന എടുത്തു വെച്ചിട്ട് നിങ്ങൾ നോക്കുക. അത് നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരും. അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതായ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ തള്ളിക്കളയുകയല്ല വേണ്ടത്. നമ്മുടെ തെറ്റുകളെ തിരുത്തി നമ്മുടെ പാപ വഴികളിൽ നിന്ന് നാം വിട്ടുമാറി ആ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കുവാൻ, നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ നാളിതുവരെ ഒരുപക്ഷെ അറിവില്ലാതെയോ ഈ വ്യക്തമായ ധാരണയില്ലാതെയോ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങളെ താഴ്ത്തി സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ്. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി, ദൈവമേ, ഞാൻ നിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എനിക്ക് അത് വ്യക്തമാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അതിനനുസരിച്ച് ജീവിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യം പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിന് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്വഭാവമായ 10 കൽപ്പനകൾ അങ്ങയുടെ വിരലുകൾ കൊണ്ട് മോശ മുഖാന്തരം എഴുതി മനുഷ്യർക്ക് നൽകിയല്ലോ. അത് ഇന്ന് ഞങ്ങളുടെ ഹൃദയ പലകകളിൽ എഴുതിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അവ അനുസരിച്ച് സ്വർഗരാജ്യത്തിലെത്തുവോളം അങ്ങയെ ഞങ്ങൾ സ്നേഹിച്ച് അങ്ങയോട് കൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയുള്ളതായ അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ പാപബന്ധനങ്ങളെ അങ്ങ് അഴിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ ജീവിതങ്ങളെ സമർപ്പിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ പ്രിയമക്കളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടതായ സകലരും ദൈവരാജ്യത്തിൽ കാണുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.